ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഒരു എണ്ണയില പലഹാരം തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് അളവിൽ ചെറിയ നാളികേരം മിക്സർ ജാറിലോട്ട് മാറ്റി ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു പാനിലോട്ട് മാറ്റിയതിന് ശേഷം നല്ല പോലെ ഒന്ന് വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പൊടിച്ച ശർക്കരയിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തേക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കയും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതും 1/4 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെ അംശം ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കോക്കനട്ട് ലഡു ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.